Good afternoon. Last class, let's the portion of Kawais Nokia. It's the department Nokia. Now to the yellow. Good afternoon. Okay. Number you need to come over the department endocrinology. And everything catered in the endocrinology or any department and details and then get from the Lale. Rather the department. Okay. Endocrinology is a medical specialty that focuses on hormones and diseases relating to them. In that relating the hormones. Page number 1 share chapter 5 departments different departments of hospitals. Hormones are related hormones are related treatment either department endocrinology department. But endocrinology is a study of medicine that relating to endocrine system. Hormones are related in the endocrinology in the body endocrine system include the pancreas, the thyroid, parathyroid, penis, hypothalamus, adrenal, pituitary, and the ovary and testes. The hormones generating the organs in the cardiac and these parts in hormones generating. These parts endocrine system അല്ലെങ്കിൽ ഹോർമോൺസിനോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലുള്ള പരിഹാരങ്ങൾ കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഏത് endocrinology എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് endocrine system എന്താണെന്ന് കണ്ടുപിടിക്കണം. ഇതിൽ പറഞ്ഞ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, തലാമസ്, തൈറോയ്ഡ് ഗ്ലാൻഡ്, അത് ഒരുപാട് ഗ്ലാൻഡുകൾ ഉണ്ട്. നമുക്ക് ഹോർമോൺസ് ജനറേറ്റ് ചെയ്യുന്ന ഒരുപാട് ഗ്ലാൻഡ്സ് ഉണ്ട്. അപ്പൊ ഈ ഗ്ലാൻഡ്സിന്റെയും എന്താ പറയാ ഹോർമോൺസ് ഈ ഗ്ലാൻഡ്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസിന്റെയും എന്തെങ്കിലും തകരാറുകളോ അതിനെ കുറിച്ചിട്ടുള്ള എന്താണ് പഠനമാണ് എന്ത് പറയണത് endocrinology എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ സാധാരണയായിട്ട് ഗ്ലാൻഡ് ഒക്കെ ഒന്ന് നോക്കി വെച്ചു എന്തൊക്കെയാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് അതെവിടെയാണ്, തൈറോയ്ഡ് ഗ്ലാൻഡ് എവിടെയാണ്, ഓരോ ഗ്ലാൻഡുകളൊക്കെ ഒന്ന് നോക്കി വെച്ചു കേട്ടോ. The control of the amount of sugar, calcium in the body for reproduction, growth, and overall for body functioning, having the right endocrinology. ഞാൻ അങ്ങനെ പ്രൊനൗൺസ് ചെയ്യുന്നത് നിങ്ങൾ നോക്കിയിട്ട് പ്രൊനൗൺസ് ചെയ്ത് endocrinology എന്നാ പറയുന്നത് കേട്ടോ. ഇത് കൺട്രോൾ നമ്മളിപ്പോ നമ്മുടെ ബോഡിയിലെ ഷുഗർ ലെവൽ ഒക്കെ കൺട്രോൾ ചെയ്യണം. അതേപോലെ കാൽസ്യം, അതേപോലെ റീപ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, ഇതെല്ലാം നമ്മുടെ ഹോർമോൺസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ്. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു കൺട്രോളും കാര്യങ്ങളൊക്കെ ആരാ നോക്കുന്നത്? ഈ ഡിപ്പാർട്ട്മെന്റ് ആണ് കൈകാര്യം ചെയ്യുന്നത്. ടു കൺട്രോൾ ദ എമൗണ്ട് ഓഫ് ഷുഗർ ആൻഡ് കാൽസ്യം in the body for reproduction, growth, and overall for the body functioning, having the right level of hormones is important. നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡിയിലെ ഷുഗറും കാൽസ്യവും അതേപോലെ റീപ്രൊഡക്ഷന്റെ കാര്യങ്ങളെല്ലാവരും പ്രോപ്പർ ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹോർമോൺസിന്റെ ലെവല് റൈറ്റ് ലെവല് നമ്മുടെ ബോഡിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ ചില ആൾക്കാരിൽ ഇപ്പം എന്താ പറയാ ഓക്കെ മോസ്റ്റ്ലി ഇമ്പോർട്ടന്റ് ഡയബറ്റിക് ഒക്കെ ആയിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ ഇത് ഏത് ടൈപ്പാണ്? അത് ചില ഹോർമോണിക് ഇംബാലൻസ് ഒക്കെ കാരണം ഒരുപാട് അസുഖങ്ങൾ വരുന്നുണ്ട്. തൈറോയിഡ് നിങ്ങൾക്ക് ഏകദേശം
ഭൂരിഭാഗം ആൾക്കാർക്ക് അറിയാൻ പറ്റും തൈറോയ്ഡ് നമ്മൾ കേട്ട് പരിചയമുള്ളതാണ്. ഇപ്പൊ നമ്മുടെ തൈറോയ്ഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ TSH എന്ന് പറയുന്ന ഹോർമോണിന്റെ കൂടുതലും കുറവ് നോക്കിയിട്ടാണ്. TSH എന്ന് പറയുന്ന ഹോർമോൺ കൂടുതലാണെങ്കിൽ എന്താണ്, ഹൈപ്പോ തൈറോയിഡ് ആണ്. TSH എന്ന് പറയുന്ന ഹോർമോൺ കുറവാണെങ്കിൽ ഹൈപ്പർ തൈറോയിഡ് ആണ്. അത് എന്താണ് അതിന്റെ പ്രശ്നങ്ങൾ എന്നുള്ളത് അറിയാം, അതിനെ കുറിച്ചിട്ടുള്ള പഠനങ്ങൾ. ഇനി PCOD, അതേപോലെ ഓവറി റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസസ്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഏത് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നുണ്ട്? എൻഡോക്രിനോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നുണ്ട്. Endocrinology is a medical super specialty that deals with the study of hormones and hormone-related glands. Underline ചെയ്തിട്ട് ഹോർമോൺസും ഹോർമോൺ-related glands ആയിട്ടുള്ള അസുഖങ്ങൾക്കുള്ള പഠനത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? endocrinology എന്ന് പറയുന്നത്. They work closely with the specialist in ophthalmology, radiology, radiation oncology, surgery, obstetrics, transplantation, and other specialty area to provide multidisciplinary approach to the person's medical problems. അപ്പൊ ഈ പറഞ്ഞ എല്ലാ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളും എൻഡോക്രിനോളജി എന്ന് പറയുന്ന ആ ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നത്. ഈ എല്ലാ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ക്ലോസ്ലി ആണ് അവർ എന്ത് ചെയ്യുന്നത്? വർക്ക് ചെയ്യണത്. ഏതൊക്കെയാണ്? ഒഫ്താൽമോളജി എന്ന് പറയുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? ഞാൻ എടുത്തയാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയോ എന്തായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ് ഒഫ്താൽമോളജി എന്ന് പറയുന്നത്? അതെ, നേത്രരോഗ വിഭാഗമാണ്. അപ്പൊ നേത്രരോഗ വിഭാഗമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, റേഡിയേഷൻ ഓങ്കോളജി ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, അതേപോലെ ഒബ്സ്ട്രിക്റ്റിക്സ്, പിന്നെന്താണ് ട്രാൻസ്പ്ലാന്റേഷനോ അങ്ങനെ റിലേറ്റഡ് എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഏത് ഡിപ്പാർട്ട്മെന്റ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യും? എൻഡോക്രിനോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്? പ്രവർത്തിക്കുന്നത്. അതേപോലെ ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ടെങ്കിൽ അവർക്ക് ഏത് ടൈപ്പ് ഫുഡ് കൊടുക്കുക, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഡയബറ്റിക് ആണ് എന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ന്യൂട്രീഷൻസ് റിലേറ്റേഴ്സ്, അതേപോലെ നമ്മളുടെ ഗ്ലാൻഡ് ഉണ്ടല്ലോ, ഏത് ഗ്ലാൻഡ് ആണ്? സോറി ഗ്ലാൻഡ് അല്ല, ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്നത് ഒരു അസുഖമാണ്. നമ്മുടെ ബോൺസിന് വരുന്ന ഒരു ഏജ് ഒക്കെ ആയി കഴിയുമ്പോൾ നമ്മൾ ചെറിയ ഏജിലൊക്കെ ആയിട്ടുള്ള ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. നമ്മുടെ ബോൺസിന്റെ ഒക്കെ വീക്ക്നെസ് കൊണ്ട് വരുന്ന ഒരു അസുഖമാണ്. അതേപോലെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് വരുന്ന ഡിസോർഡേഴ്സ്, ക്ലോഡ എന്ന് പറയുന്ന ഗ്ലാൻഡ്, അഡ്രിനൽ ഗ്ലാൻഡിനൊക്കെ വരുന്ന ഈ ഗ്ലാൻഡുകൾക്ക് വരുന്ന ഡിസോർഡേഴ്സ്, അതേപോലെ തൈറോയിഡ് ഡിസോർഡേഴ്സ്, ട്രാൻസ്ജെൻഡർ, അതേപോലെ ഇന്റർസെക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഓസ്റ്റിയോപൊറോസിസ് എന്നാ പറയുന്നത്. അത് നമ്മുടെ കാൽസ്യം, നമ്മുടെ ബോഡിയിലെ കാൽസ്യത്തിന്റെ അളവ് കുറയുമ്പോൾ ഏജ്ഡ് ആവുമ്പോൾ വരുന്ന ഒരു അസുഖമാണ്. അത് ബോൺ ഡിസോർഡർ ആണ് കേട്ടോ. എല്ലിന് വരുന്ന എന്താ പറയാ, എല്ല് തേയ്മാനം എന്നൊക്കെ പറയും മലയാളത്തില്. എല്ല് തേയ്മാനാണ്, അല്ലെങ്കിൽ ബോണിന് തീരെ ഇതില്ല, ആരോഗ്യമില്ല. അപ്പൊ അങ്ങനത്തേക്ക് വരുന്ന അസുഖങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നുണ്ട്. പിറ്റ്യൂട്ടറി, ക്ലോഡ, പിന്നെ അഡ്രിനൽ ഗ്ലാൻഡിനൊക്കെ ഡിസോർഡേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, അതേപോലെ തൈറോയിഡ് ഡിസോർഡേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും. പിന്നെ ട്രാൻസ്ജെൻഡേഴ്സ് അറിയാലോ, എല്ല് പൊടിഞ്ഞു പോകുന്ന എല്ല് മലയാളത്തിൽ വേർഡ് പറയും, എല്ല് തേയ്മാനം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ചില ഏജ് ആവുമ്പോൾ, ഒരുപാട് ഏജ് ആവുമ്പോൾ നമ്മൾ കാൽസ്യം നമ്മുടെ ബോഡിയിൽ കുറയും. ആ സമയത്ത് നമ്മുടെ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് എല്ല് തേയ്മാനം, കാലുവേദന, മുട്ടുവേദനയൊക്കെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വരുന്ന ഡിസോർഡേഴ്സ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, അഡ്രിനൽ ഗ്ലാൻഡ് ഒക്കെ നമുക്ക് ഒരുപാട് റീപ്രൊഡക്ഷൻ ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ഗ്ലാൻഡ്സ് ആണ്. അപ്പൊ അവിടെ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങള്, അതിന്റെ ഹോർമോൺസിന്റെ പ്രൊഡക്ഷനോ അല്ലെങ്കിൽ അതിന്റെ കൗണ്ടിൽ വരുന്ന വ്യത്യാസങ്ങള്, തൈറോയിഡ് ഡിസോർഡേഴ്സ്, രണ്ട് ടൈപ്പ് തൈറോയിഡ് എന്ന് പറഞ്ഞാൽ ഹൈപ്പോ തൈറോയിഡ്സും അതേപോലെ ഹൈപ്പർ തൈറോയിഡ്സും, ആ റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ട്രാൻസ്ജെൻഡർ എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ ഇന്റർസെക്സ് മെഡിസിൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇപ്പൊ ട്രാൻസ്ജെൻഡർ ആണെങ്കിൽ അവർക്ക് ഒറ്റ ഇതിലേക്ക് മാറുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ജെൻഡറിലേക്ക് മാറുന്നുണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യാറുണ്ട്? ഹോർമോൺ ട്രീറ്റ്മെന്റ്സ് ഒക്കെ എടുക്കാറുണ്ട്. നമ്മൾ കേട്ടിട്ടുണ്ടാവും ഹോർമോൺ ട്രീറ്റ്മെന്റ്. കുറെ നാൾ അവർ ഹോർമോൺ ട്രീറ്റ്മെന്റ് ഒക്കെ കണ്ടിന്യൂ ചെയ്തിട്ടായിരിക്കും അവർ ഇന്ന ആ ഒരു എന്താ പറയാ ഇന്നൊരു സെക്സിലേക്ക് ചേഞ്ച് ആവണം. ഇപ്പൊ മെയിൽ ആവണമെന്നുണ്ടെങ്കിൽ മെയിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഹോർമോൺ ട്രീറ്റ്മെന്റ് എടുക്കണം, ഫീമെയിൽ ആവണമെങ്കിൽ
ഫീമെയിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഹോർമോൺ ട്രീറ്റ്മെന്റ് എടുക്കണം. അത് കഴിഞ്ഞ് ട്രാൻസ്പ്ലാന്റ് ഒക്കെ ചെയ്യേണ്ടി വരും. ഇപ്പം പല ബോഡി പാർട്സും ട്രാൻസ്പ്ലാന്റ് ഒക്കെ ചെയ്യേണ്ടി വരും, മാറ്റം വരുത്തേണ്ടേക്ക് വരും. അപ്പൊ അങ്ങനത്തെ ട്രീറ്റ്മെന്റ് എല്ലാം ഈ എൻഡോക്രോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നുണ്ട്. ഹോർമോൺ റിലേറ്റഡ് ഗ്ലാൻസിന് വരുന്ന അസുഖങ്ങളാണ് മെയിൻ ആയിട്ട് ഈ ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ഹോർമോൺസ് ഇതിൽ മെയിൻ ആയിട്ട് എൻഡോക്രൈൻ സിസ്റ്റത്തെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ പാൻക്രിയാസ് മുതൽ പിറ്റ്യൂട്ടറി ഗ്ലാൻസ്, തൈറോയ്ഡ് ഗ്ലാൻസ്, എല്ലാ ഈ ഗ്ലാൻഡുകളൊക്കെയാണ് ഇത് മെയിൻ ആയിട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവരെ കുറിച്ചിട്ടുള്ള പഠനങ്ങൾ, അല്ലെങ്കിൽ ഈ ഗ്ലാൻസിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാണെങ്കിൽ അതിനെ കുറിച്ചിട്ടുള്ള പഠനങ്ങളും അതെല്ലാം ഈ ഒരു എന്തിൽ വരും, നമ്മളുടെ എൻഡോക്രോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നുണ്ട്. ഓക്കെ. അതേപോലെ തന്നെ പിന്നെ ഇവര് കൈകാര്യം ചെയ്യുന്ന മറ്റു അസുഖങ്ങളാണ് പറയുന്നത്. ഡയബറ്റിക്സ്, ഷുഗർ ലെവലുകൾ, പേഷ്യന്റ് ഷുഗർ ലെവലിനെ കുറിച്ചിട്ട്, ആ പേഷ്യന്റ് ഏത് ടൈപ്പ് ഷുഗർ ആണ്, പേഷ്യന്റ് എന്ത് മെഡിസിൻ പ്രൊവൈഡ് ചെയ്യണം, ന്യൂട്രീഷൻസിന്റെ കാര്യങ്ങള്, അതേപോലെ ഞാൻ പറഞ്ഞു ബോൺ ഡിസോർഡേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങള്. പിന്നെ ഈ ഗ്ലാൻഡുകള്, അഡ്രിനൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലേക്ക് ഡിസോർഡേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനുള്ള പരിഹാരങ്ങൾ, തൈറോയ്ഡ് ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിൽ അതിനുള്ള പരിഹാരങ്ങൾ, പിന്നെ ട്രാൻസ്ജെൻഡർ ഇന്റർസെക്സ് മെഡിസിൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ഇതെല്ലാം, പിന്നെ ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ ചെയ്യാനും ഈ എൻഡോക്രോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സാധാരണയായിട്ട് ഈ ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യുന്നത്, കൈകാര്യം ചെയ്യുന്നത്. ഒന്ന് വായിച്ചേ. മീനിങ് ഓഫ് ഗ്ലാൻഡ്, ഗ്രന്ഥികൾ എന്നല്ലേ, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, മലയാളം മീനിങ് അതല്ലേ? ഓക്കെ. എൻഡോക്രോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോർമോൺസും ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റ്, ഹോർമോൺ റിലേറ്റഡ് ഗ്ലാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന അസുഖങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റ് ആണ് എൻഡോക്രോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അവർ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന അസുഖങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞു. മെയിൻ ആയിട്ട് ഏതൊക്കെ പ്രോബ്ലംസ് ആണ് അവർ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഡയബറ്റിക്സ്, ന്യൂട്രീഷൻസ്, ഓസ്റ്റിയോപൊറോസിസ്, കാൽസ്യം ബോൺ ഡിസോർഡേഴ്സ്, പിറ്റ്യൂട്ടറി അഡ്രിനൽ ഗ്ലാൻഡ് ഡിസോർഡേഴ്സ്, തൈറോയ്ഡ് ഡിസോർഡർ, ട്രാൻസ്ജെൻഡർ ഇന്റർസെക്സ് മെഡിസിൻസ്, ട്രാൻസ്പ്ലാന്റേഷൻ. ഈ പറയുന്ന അസുഖങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റ് ഏത് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നു, എൻഡോക്രോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് ജെറിയാട്രിക്സ്. നമ്മൾ പറഞ്ഞു ജെറിയാട്രിക്സിന്റെ എന്തായിരുന്നു പറഞ്ഞത്, നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായിരുന്നു, വാർദ്ധക്യകാല രോഗങ്ങളെ കുറിച്ചിട്ടുള്ള പഠനമാണ് ഏത്, പഠനം നടത്തുന്ന ഒരു വൈദ്യശാസ്ത്രമാണ് ഏത്, ജെറിയാട്രിക്സ് എന്ന് പറയുന്നത്. എന്താണ്, വാർദ്ധക്യകാല രോഗങ്ങളെ കുറിച്ചിട്ടുള്ള പഠനം, ഓൾഡ് ഏജ് എൽഡർലി പീപ്പിൾസിന് സഫർ ചെയ്യുന്ന അസുഖങ്ങളെ കുറിച്ചിട്ടുള്ള പഠനങ്ങൾ. സാധാരണ എന്തോരം അസുഖങ്ങളാണ് നമ്മൾ ഏജിലാവുമ്പോ തന്നെ കേട്ടിട്ടുണ്ടാവും. പ്രഷർ, ഷുഗർ, BP, കൊളസ്ട്രോള്, ഡയബറ്റിക്സ്, അങ്ങനെ ഒരുപാട് അസുഖങ്ങൾ നമ്മുടെ പ്രായമായിട്ടുള്ള ഏജ്ഡ് എൽഡർലി മെമ്പേഴ്സ് പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഈ എല്ലാ അസുഖങ്ങൾക്കും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുന്നതിന് പകരമായിട്ട് ഇതിനെല്ലാത്തിനും ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഏത്, ജെറിയാട്രിക്സ് എന്ന് പറയുന്നത്. Geriatrics. This department, medical treatment of elderly start from the age of 65 years old. Elders, old age എന്ന് പറയുമ്പോൾ ഏത് ഏജിലാണ് തുടങ്ങുന്നത്, ഒരു 65 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവർ പറയുന്നത് എൽഡർലി എന്നാണ്. എന്ന് വെച്ചാൽ ഓൾഡ് ഏജ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇവർക്ക് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് സാധാരണയായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ജെറിയാട്രിക്സ് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. This department is usually equipped with the doctors specialized in geriatric medicine. Geriatric medicines specialize ചെയ്തിട്ടുള്ള ഡോക്ടേഴ്സ് ആയിരിക്കും ഈ ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യുന്നത്, കൈകാര്യം ചെയ്യുന്നത്. Since the elderly suffer from wide range of illness and seek treatment for. എൽഡർലി ആയിട്ടുള്ള ആൾക്കാർ, പ്രായമായ ആൾക്കാർ ഒരുപാട് അസുഖങ്ങളിൽ ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ടാവും. ഒരു അസുഖം ആയിരിക്കില്ല, ഒന്നിൽ കൂടുതൽ അസുഖങ്ങൾ ഉണ്ടാവും. ഇപ്പൊ ചിലപ്പോൾ സ്ട്രോക്ക് വന്നവരുണ്ടാവും,
ഗ്യാസ്ട്രോഎൻട്രോളജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉദരരോഗമായിട്ട് റിലേറ്റ് ചെയ്യുന്ന വയറായിട്ട് വെച്ചാൽ നമ്മുടെ സ്റ്റൊമക്ക് ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടാവും. ഡയബറ്റിക്സ് ഉണ്ടാവും. ലോക്കോമോട്ടോർ പ്രോബ്ലംസ്, തളർച്ച അല്ലെങ്കിൽ പക്ഷാഘാതം, അതേപോലെ തന്നെ ചലനേന്ദ്രിയങ്ങൾ ഉണ്ടല്ലോ, നമ്മുടെ ചലനേന്ദ്രിയങ്ങളിൽ എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ, സിംപ്റ്റോംസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോധക്ഷയം, ചിലപ്പോൾ ഏജ്ഡ് ആയി കഴിയുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് എന്ത് ചെയ്യും, തലകറങ്ങി വീഴാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ബോൺ ഡിസീസ് നമ്മൾ പറഞ്ഞില്ലേ, ഏതാണ് ബോൺ ഡിസീസ് എന്ന് പറഞ്ഞത്? ഓസ്റ്റിയോപറോസിസ് എന്നൊക്കെ പറയുന്ന പോലത്തെ ബോൺ ഡിസീസ്. കാൽസ്യത്തിന്റെ അളവ് അവരുടെ ബോഡിയിൽ എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. അപ്പൊ അങ്ങനെ ബോൺ ഡിസീസുകളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനത്തെ എൽഡർലി ആയിട്ടുള്ള പേഷ്യൻസിന് നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യാറുണ്ട്? പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് ആണ് ഏത് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നത്? ജെറിയാട്രിക്സ് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നത്. വാർദ്ധക്യകാല രോഗങ്ങളെ കുറിച്ചിട്ടുള്ള പഠനം നടത്തുന്ന വൈദ്യശാസ്ത്രമാണ് ഏത്? ജെറിയാട്രിക്സ് എന്ന് പറയുന്നത്. സോഡിയം റേഞ്ച്, സോഡിയം കുറഞ്ഞു പോയിട്ടൊക്കെ ഉണ്ടെങ്കിൽ നല്ല പ്രശ്നമാണ്. ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്തോ. സോഡിയത്തിന്റെ അളവ്, നമ്മുടെ ബോഡിയിൽ സോഡിയത്തിന്റെ അളവ് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ BP, ഷുഗർ, ഡയബറ്റിക്സ്, അതേപോലെ കൊളസ്ട്രോള്, ഇതില്ലാത്ത ഒരുപാട് അസുഖങ്ങളുണ്ട് എൽഡർലി ആയിട്ടുള്ള മെമ്പേഴ്സിന്. എൽഡർലി ആയിട്ടുള്ള ആൾക്കാർക്ക് അത് തലകറക്കം എന്നാണ് ഉദ്ദേശിച്ചത്. സാൻപോക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലകറക്കം അല്ലെങ്കിൽ ബോധക്ഷയം സംഭവിക്കില്ലേ, അതാണ് ട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോധക്ഷയം എപ്പോഴും സംഭവിക്കുന്നത് വെച്ചാൽ പ്രോപ്പർ ആയിട്ട് ബ്ലഡ് നമ്മുടെ ബ്രെയിനിലേക്ക് എത്തിയില്ലെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്? നമ്മള് തലകറക്കം സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. സോഡിയം കുറഞ്ഞു കഴിഞ്ഞാൽ തലകറക്കം വരാറുണ്ട്. ഇയർ ബാലൻസിന്റെ പ്രശ്നം, ഇയർ ബാലൻസ് ഒക്കെ ഇപ്പൊ എല്ലാവർക്കും വരുന്ന കോമൺ ആയിട്ട് വരുന്ന അസുഖങ്ങളാണ്. ലോക്കോമോട്ടോസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചലനേന്ദ്രിയങ്ങൾക്ക് വരുന്ന പ്രശ്നങ്ങൾ. ചലനേന്ദ്രിയങ്ങൾക്ക് നമ്മുടെ കൈക്കും കാലിനൊക്കെ ചലനേന്ദ്രിയങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ, ഈ സ്ട്രോക്ക് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് പക്ഷാഘാതം ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി പാർട്ട് ചലിക്കാതെയൊക്കെ വരും, നമ്മുടെ കൈക്കൊക്കെ പ്രശ്നങ്ങളൊക്കെ വരും. അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റ് ഏത് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നുണ്ട്? ജെറിയാട്രിക്സ് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നുണ്ട്. ഡിഫിക്കൽറ്റി ഇൻ മൂവ്മെന്റ്, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ചലിക്കാനായിട്ട് കുറച്ച് ഡിഫിക്കൽറ്റീസ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, അത് കറക്റ്റ് ആണ് ട്ടോ. This department also provide a range of community services. ഈ ഡിപ്പാർട്ട്മെന്റ്സ് ഒരുപാട് റേഞ്ച് ഓഫ് കമ്മ്യൂണിറ്റി സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എപ്പോഴും നമുക്ക് നമ്മുടെയൊക്കെ വീടിന്റെ അടുത്ത് പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെ ഒക്കെ ആൾക്കാരൊക്കെ വന്ന് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ ക്യാൻസർ ഒക്കെ ഉള്ള പേഷ്യൻസ് ആണ് നമ്മുടെ വീടിന്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്താണ് പാലിയേറ്റീവ് കെയർ ചെയ്യുന്ന ആൾക്കാർ ആഴ്ചയിൽ ഒരു ദിവസം വന്ന് അവരുടെ BP, ഷുഗർ ഒക്കെ ടെസ്റ്റ് ചെയ്ത് പോകാറുണ്ട്. അപ്പൊ അതെന്തുകൊണ്ടാണ്? ഒരു കമ്മ്യൂണിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എൽഡർലി ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു പ്രത്യേക കമ്മ്യൂണിറ്റി സർവീസ് കൊടുക്കുകയാണ്. ഇപ്പൊ ഹോം മൊബൈൽ തെറാപ്പി യൂണിറ്റ്സ്, പാലിയേറ്റീവ് കെയർ യൂണിറ്റ്സ് ഒക്കെ എന്താ പറയാ നമ്മളെ ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ജെറിയാട്രിക്സ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നുണ്ട്. മൊബൈൽ തെറാപ്പി യൂണിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെറിയൊരു വണ്ടിയിലായിട്ട് അവർ വരുന്നത്. അവർ വന്നിട്ട് BP, ഷുഗർ ലെവൽസ് ഒക്കെ എൽഡർലി, ഒരു 65 വയസ്സിന് മേലെ പ്രായമായിട്ടുള്ള എൽഡർലി ആയിട്ടുള്ള വ്യക്തികൾ നമ്മുടെ ഹോസ്പിറ്റലിൽ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? ഹോസ്പിറ്റൽ നമ്മുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ അവര് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും എന്ത് ചെയ്യും? വിസിറ്റ് ചെയ്യാറുണ്ട്. എന്റെ വീടിന്റെ അടുത്ത് ക്യാൻസറിന് ട്രീറ്റ്മെന്റ് എടുക്കുന്ന ഒരു പേഷ്യന്റ് ഉണ്ട്, ഒരു വികസനം ഉണ്ട്. അപ്പൊ ആ വികസനം കാണാൻ വേണ്ടിയിട്ട് ആഴ്ചയിൽ പാലിയേറ്റീവ് കെയർ ചെയ്യുന്ന ഈ പറഞ്ഞ ആൾക്കാർ, നേഴ്സ്, സിസ്റ്റർ എല്ലാവരും കൂടി ഒരു ദിവസം വരും. ആ കാര്യങ്ങളൊക്കെ സംസാരിക്കും, എന്നിട്ട് അവർ പോകും. ആ സമയത്ത് BP, ഷുഗർ ലെവല്, അതെല്ലാ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ടായിരിക്കും അവർ എന്ത് ചെയ്യുന്നത്? പോണത്. ദിസ് ഡിപ്പാർട്ട്മെന്റ് ഓൾസോ പ്രൊവൈഡ് റേഞ്ച് ഓഫ് കമ്മ്യൂണിറ്റി സർവീസ് such as home mobile therapy unit, palliative care. Palliative care സാന്ത്വന ചികിത്സ എന്ന് പറയാം ട്ടോ. പാലിയേറ്റീവ് കെയറിന് എന്ത് പറയാം? സാന്ത്വന ചികിത്സ എന്ന് പറയാം. കാരണം അത്രയും എൻഡ് ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ടാവും, എൻഡ് സ്റ്റേജിലേക്കൊക്കെ പോയിട്ടുള്ള പേഷ്യൻസിന് പിന്നെ ബാക്കി നമ്മൾ ആ വ്യക്തിയുടെ ജീവിതകാലത്തിൽ ഇനി എത്ര പെയിൻ കുറയ്ക്കാമെന്ന് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഈ അസുഖം മാറ്റാം എന്നുള്ള ട്രീറ്റ്മെന്റ് ഇല്ല. എത്ര നാളാണോ വ്യക്തി ജീവിക്കുന്നത് അത്രയും നാള് വേദന കുറച്ച് ആ വ്യക്തിക്ക് നമ്മൾ എന്ത് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാമെന്ന് മാത്രമാണ് പാലിയേറ്റീവ് കെയർ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് ദിസ് ഡിപ്പാർട്ട്മെന്റ് ഈസ് ഓഫ്റ്റൻ കണക്റ്റഡ് വിത്ത് അതർ കമ്മ്യൂണിറ്റി സെന്റേഴ്സ്. മറ്റുള്ള കമ്മ്യൂണിറ്റി സെന്റേഴ്സ് ആയിട്ട് ഒരു കണക്ഷൻ ഒക്കെ ഉണ്ടാവും. എന്നിട്ട് ക്യാമ്പ് ഒക്കെ നടത്താറുണ്ട്.
ഞങ്ങളുടെയൊക്കെ എന്താ പറയാ ഹെൽത്ത് കെയറിന്റെ ഒക്കെ ആൾക്കാര് മാസത്തിലോ അല്ലെങ്കിൽ ഒരു 6 മാസം കൂടുമ്പോഴോ ഒരു സ്ഥലത്ത് ക്യാമ്പ് ആയിട്ട് വരും. അത് അവിടുത്തെ എൽഡർലി ആയിട്ടുള്ള 65 ഇയേഴ്സിന് എബോ ഉള്ള പേഷ്യൻസിന് എല്ലാവർക്കും സാധാരണ ഷുഗറും ബി പി ഒക്കെ ചെക്ക് ചെയ്യും. ഡോക്ടറൊക്കെ ഉണ്ടാവും. എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാനൊക്കെ ഇതേപോലത്തെ കമ്മ്യൂണിറ്റി സെന്റേഴ്സിൽ ഇങ്ങനെ സർവീസുകളൊക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ജെറിയാട്രിക് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇത്രയുമാണ് ജെറിയാട്രിക്സിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞത്. എൽഡർലി ആയിട്ടുള്ള വാർദ്ധക്യകാല അസുഖങ്ങള് രോഗങ്ങളെ കുറിച്ചിട്ടുള്ള പഠനമാണ് ഏത് ജെറിയാട്രിക്സ് എന്ന് പറയുന്നത്. ഓൾഡ് ഏജ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ ട്രീറ്റ്മെന്റ് എടുക്കുന്നത്. എബോവ് 65 ഇയേഴ്സ് ആണ് ഓൾഡ് ഏജ് എന്ന് പറയുന്നത്. അവർക്ക് സാധാരണ രീതിയിൽ കണ്ടുവരുന്ന അസുഖങ്ങളാണ് സ്ട്രോക്ക്, ഗ്യാസ്ട്രോഎൻട്രോളജി. സ്ട്രോക്ക് അറിയാലോ, പക്ഷാഘാതം. ഗ്യാസ്ട്രോഎൻട്രോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉദരരോഗ വിഭാഗം. പിന്നെ ഡയബറ്റിക്സ് അറിയാം, പ്രമേഹം. ലോക്കോമോട്ടോർ പ്രോബ്ലംസ്, ചലനേന്ദ്രിയങ്ങൾക്ക് വരുന്ന വൈകല്യം. സിനോപ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോധക്ഷയം, തലകറക്കം. ചില പേഷ്യൻസ് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ബോധം കെട്ട് പോവാറുണ്ട്. അങ്ങനത്തെ എന്തെങ്കിലും അസുഖങ്ങൾ. ബോൺ ഡിസീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അസ്ഥിയായിട്ട് റിലേറ്റ് ചെയ്യുന്ന അസുഖങ്ങൾ. നമ്മുടെ ബോൺസിന് ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോണുകള് എന്ത് ചെയ്യില്ല, ബോണുകൾ എന്ത് ചെയ്യാൻ തുടങ്ങും, അസ്ഥിക്കൊക്കെ ബലക്ഷയം വരാനായിട്ട് തുടങ്ങും. അപ്പൊ എല്ലിന് ബലക്ഷയം സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ചില ആൾക്കാർക്ക് ഓൾഡ് ഏജ് ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ എന്താണ് ചെറിയൊരു ചിഹ്നലോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. ഈ ഡിപ്പാർട്ട്മെന്റ് മറ്റുള്ള കമ്മ്യൂണിറ്റി സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ കമ്മ്യൂണിറ്റി സർവീസ് ഒന്ന് വന്നത് ഹോം മൊബൈൽ തെറാപ്പി യൂണിറ്റ് ആണ്. വീടുകളിലേക്ക് ഇപ്പൊ മൊബൈൽ തെറാപ്പി യൂണിറ്റ്സുകൾ പോകാറുണ്ട്. ട്രീറ്റ്മെന്റ് ആയിട്ട് വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം. അങ്ങനത്തെ തെറാപ്പി യൂണിറ്റ്സുകൾ. അതേപോലെ ഡയാലിസിസിന്റെ ഒക്കെ തെറാപ്പി യൂണിറ്റ്സുകളൊക്കെ വരാറുണ്ട്. അതൊക്കെ പിന്നെ പാലിയേറ്റീവ് കെയർ യൂണിറ്റ്സ്, സാന്ത്വന ചികിത്സയുടെ ഒക്കെ ഭാഗമായിട്ട് ഒരുപാട് കമ്മ്യൂണിറ്റി സർവീസും ഈ ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, കൈകാര്യം ചെയ്യുന്നുണ്ട്. ഞാനൊരു കാര്യം നിങ്ങളോട് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഡൗട്ട് ചോദിക്കരുത്. ക്ലാസ് എടുത്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് വായിക്കാനായിട്ട് ഒരു ടൈം തന്നെ ഉണ്ട്. അപ്പൊ ഞാനിപ്പോ ക്ലാസ് എടുക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തിന്റെ ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഈ ക്ലാസ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല, അത് പറഞ്ഞു തരാനും പറ്റൂല, നിങ്ങൾക്ക് ക്ലിയർ ആവില്ല. അതേപോലെ നമ്മളുടെ ക്ലാസ്സിൽ ഇപ്പം 145 സ്റ്റുഡൻസേ ഉള്ളൂ എന്ന് വിചാരിക്കും. പക്ഷെ ഇത് റെക്കോർഡ് ക്ലാസ് കാണുന്ന 500 എബോവ് കുട്ടികൾ നമുക്ക് സ്ട്രെങ്ത് ഉള്ളതാണ്. അവർക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എല്ലാ കുട്ടികളും ഇത് എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളോട് ദേഷ്യം ഉണ്ടായിട്ടൊന്നും പറയണല്ല. എനിക്ക് എല്ലാ കാര്യങ്ങളും ഡൗട്ട് ക്ലിയർ ചെയ്ത് പോകണം എന്നാണ് ആഗ്രഹം. ഞാൻ 1 or 2 തവണ എന്താണ് മീനിങ് എന്ന് പറഞ്ഞു പോയി. എന്നിട്ടും നിങ്ങൾ അത് തന്നെ എടുത്ത് ചോദിക്കുമ്പോൾ വീണ്ടും അതേ ഒരു കാര്യം തന്നെ വീണ്ടും വീണ്ടും ചോദിക്കുക. നമ്മളത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് തോന്നുന്നത്. നമ്മളത് റിപ്പീറ്റ് ചെയ്യാൻ എനിക്ക് ആഗ്രഹം, ഞാൻ റിപ്പീറ്റ് ചെയ്യും. പക്ഷെ അതൊന്ന് ഞാൻ വായിക്കാൻ ടൈം പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, ക്ലിയർ ആണോ എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് ഞാൻ അടുത്ത പോർഷനിലേക്ക് പോകുന്നത്. ആ ടൈമിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ വായിക്കാൻ ടൈം തരും, അപ്പൊ വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ ചോദിക്കാം, ആ ഡൗട്ട് ചോദിക്കാം. അല്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞ് ലാസ്റ്റ് 10 മിനിറ്റ്സ്, അങ്ങനെയാണ് എല്ലാ ക്ലാസ്സുകളും തരുന്നത്. ലാസ്റ്റ് 10 മിനിറ്റ്സിലാണ് ഡൗട്ട് ക്ലിയർ ചെയ്ത് പോണത്. ഞാൻ ആയതുകൊണ്ടാണ് ഓരോ പോർഷൻ എടുത്ത് അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് അപ്പൊ തന്നെ പോണത്. എനിക്കൊരു കംഫർട്ടബിൾ ആണ്. കാരണം കുട്ടികൾക്ക് അത് മനസ്സിലായി എന്ന് എനിക്ക് ഉറപ്പുവരുത്താൻ വേണ്ടി, പേഴ്സണലായിട്ട് എനിക്ക് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ വായിച്ചു നോക്കാം എല്ലാവരും. ജെറിയാട്രിക്സ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വായിച്ചു നോക്കാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയാം. ഓക്കെ, എന്താണ് മോനെ പോയിന്റ്സ് പറയാമോന്നോ? പോയിന്റ്സ് സ്ട്രോക്ക് ഒക്കെ എന്താണെന്നാണ് പറയേണ്ടത്? പോയിന്റ്സിൽ ഏതൊക്കെ അസുഖങ്ങളാണ് എൽഡർലി ആയിട്ടുള്ള വ്യക്തികൾക്ക് വരുന്നതെന്നാണ് ചോദിച്ചത്. സ്ട്രോക്ക് വരുന്നുണ്ട്, പക്ഷാഘാതം, അതേപോലെ ഗ്യാസ്ട്രോഎൻട്രോളജി ഉദരരോഗ വിഭാഗമാണ്. ഉദരരോഗം സ്റ്റൊമക്കായിട്ട് റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ, ഡയബറ്റിക്സ് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രമേഹം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ലോക്കോമോട്ടോർ ഡിസോർഡർ പ്രോബ്ലംസ് വെച്ചിട്ടുണ്ടെങ്കിൽ, ചലനേന്ദ്രിയങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, പിന്നെ അങ്ങനെ അത് റിലേറ്റഡ് ആയിട്ട് ബോൺ ഡിസീസ് എന്ന് പറയുമ്പോൾ എല്ലായിട്ട് റിലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അസ്ഥിയായിട്ട് റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ, സിൻഡ്രോംസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോധക്ഷയമാണ്. നമ്മള് എൽഡർലി ആവുമ്പോൾ അവരെല്ലാ കാര്യങ്ങളും പ്രോപ്പർ ആയിട്ട് ചെയ്യണമെന്നില്ല. ബ്ലഡ് നമ്മുടെ ഹാർട്ടിൽ നിന്ന് പ്രോപ്പർ ആയിട്ട് ബ്ലഡ് ബ്രെയിനിലേക്ക് പമ്പ് ചെയ്തില്ലെങ്കിൽ,
പ്രോപ്പറായിട്ട് എത്തിയില്ലെങ്കിൽ നമ്മൾക്ക് എന്ത് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്? കൊളാപ്സ് ആയിപ്പോകും, അല്ലെങ്കിൽ ബോധക്ഷയം സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെയാണ് ഏത് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നത്? ജെറിയാട്രിക്സ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ മാത്രമൊന്നല്ല കേട്ടോ. ഇപ്പൊ സോഡിയത്തിന്റെ കാര്യം പറഞ്ഞു, അത് ശരിയാണ്. പ്രഷർ, അങ്ങനെ ഒരുപാട് അസുഖങ്ങൾ, കൊളസ്ട്രോൾ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്, അങ്ങനെ ഒരുപാട് അസുഖങ്ങൾ എൽഡർലി പീപ്പിൾസിന് വരുന്ന ഭൂരിഭാഗം അസുഖങ്ങളും ഏത് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നുണ്ട്? ഈ ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നുണ്ട്. ഓക്കെ, അൽഷിമേഴ്സ് ആണ് എൽഡർലി ആയിട്ട് തന്നെ എല്ലാ അസുഖങ്ങളും വരാറുണ്ട് ഈ കാറ്റഗറിയിൽ. ആസ്മ, അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളൊക്കെ എൽഡർലി പീപ്പിൾസിന് വരുന്ന എല്ലാ എല്ലാ ഡിസീസും ഏതിന് വരും? നമ്മള് ഈ ഒരു അസുഖം തന്നെ. പാർക്കിൻസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോക്കോമോട്ടോർ പ്രോബ്ലംസ് തന്നെയാണ് കേട്ടോ. പാർക്കിൻസൺ ഡിസോർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോക്കോമോട്ടോർ പ്രോബ്ലം ആണ്, ചലനേന്ദ്രിയങ്ങൾക്ക് വരുന്ന അസുഖമാണ് പാർക്കിൻസൺ ഡിസോർഡർ എന്നൊക്കെ പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എസ് ആ, ഡയാലിസിസ് ജെറിയാട്രിക്സിൽ പെടുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡയാലിസിസ് കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള അസുഖമാണ്, അത് ജെറിയാട്രിക്സിൽ പെടൂല എന്ന് പറയാനായിട്ട് അല്ല. ഡയാലിസിസ് സെപ്പറേറ്റ് ആണ്, നമുക്ക് സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് പഠിക്കാനുണ്ട്. ഓക്കെ ഓക്കെ, ഞാൻ അടുത്തൊരു ഡിപ്പാർട്ട്മെന്റ് എടുക്കട്ടെ. ജനറൽ മെഡിസിൻ ആണ് നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് ജനറൽ മെഡിസിൻസ്. ജനറൽ മെഡിസിൻ നമ്മൾ കേട്ടിട്ടുണ്ടാവും, എല്ലാവരും കേട്ടിട്ടുണ്ടാവണ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഏത്? ജനറൽ മെഡിസിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണയായിട്ട് അഡൾട്ട് ആയിട്ടുള്ള കുറച്ച് ഒരു 18 വയസ്സിന് മേലെയുള്ള ആൾക്കാരും അതേപോലെ എൽഡർലി അല്ലാത്ത ആൾക്കാരും ട്രീറ്റ്മെന്റ് എടുക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഏത്? ജനറൽ മെഡിസിൻ എന്ന് പറയുന്നത്. General medicine is a broader medical field that covers the diagnosis, treatment, and prevention. And the prevention of diseases in all age group. എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കും ട്രീറ്റ്മെന്റ് എവിടെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്? സാധാരണയായിട്ട് ജനറൽ മെഡിസിൻസിൽ എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കും ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ജനറൽ മെഡിസിൻ ഡോക്ടേഴ്സ്, ജനറൽ മെഡിസിൻ കൈകാര്യം ചെയ്യുന്ന ഡോക്ടേഴ്സിനെ സാധാരണയായിട്ട് നമ്മൾ പറയാറ് ഫിസിഷ്യൻ എന്നാണ്. എന്താണ് പറയാറ്? ഫിസിഷ്യൻ എന്നാണ് പറയാറ്. നോക്കാട്ടെ നമുക്ക്. The internal medicine or general medicine is the medical specialty that deals with the prevention, diagnosis, and treatment of adult disease. ചില കുറച്ചും കൂടി ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഫിസിഷ്യൻ, ചില കുറച്ചുകൂടി ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കുള്ള ട്രീറ്റ്മെന്റ് ആണ് ജനറൽ മെഡിസിൻസിൽ പ്രൊവൈഡ് ചെയ്യാറ്. ജനറൽ മെഡിസിനെ ഇന്റേണൽ മെഡിസിൻ എന്ന് പറയാറുണ്ട്. ഇനി ജനറൽ പ്രാക്ടീഷണർ എന്ന GP അല്ലെങ്കിൽ ജനറൽ പ്രാക്ടീഷണർ സാധാരണയായിട്ട് നമ്മൾ ഇസ് എ ഫിസിഷ്യൻ ഹു ഈസ് നോട്ട് സ്പെഷ്യലൈസ്ഡ് ഇൻ വൺ പെർട്ടിക്കുലർ ഏരിയ ഓഫ് മെഡിസിൻ. ഒറ്റ ഏരിയയിൽ മാത്രമായിരിക്കും അദ്ദേഹത്തിന് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം എല്ലാ മേഖലയിലും കുറിച്ചും വ്യക്തമായ ധാരണയുള്ള അല്ലെങ്കിൽ വ്യക്തമായ എക്സ്പീരിയൻസും നോളജും ഉള്ള വ്യക്തിയായിരിക്കും ജനറൽ മെഡിസിൻ എന്ത് ചെയ്യണത്? കൈകാര്യം ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു അഡൾട്ട് ഡിസീസിനാണ് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രിവെൻഷൻ, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് അഡൾട്ട് ഡിസീസ് നമ്മൾ ജനറൽ മെഡിസിനെ ഇന്റേണൽ മെഡിസിൻ എന്ന് കൂടി പറയും. ജനറൽ മെഡിസിൻ കൈകാര്യം ചെയ്യുന്ന പ്രാക്ടീഷണറിന് ജനറൽ പ്രാക്ടീഷണർ നമ്മൾ ഫിസിഷ്യൻ എന്നാണ് പറയാറ്. ഫിസിഷ്യൻസ് ഒറ്റൊരു മേഖലയിൽ മാത്രമല്ല സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്, ഒരുപാട് ഏരിയാസിൽ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടാവും? എക്സ്പീരിയൻസും ട്രെയിനിങ്ങും നോളജും ഉള്ള വ്യക്തിയായിരിക്കും ജനറൽ മെഡിസിൻ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യുന്നത്? കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, ഇനി routine health care generally physical examination, immunization, and assess and treatment of many conditions including illness and injuries. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെയുള്ള ട്രീറ്റ്മെന്റ് ജനറൽ മെഡിസിൻ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഫിസിക്കൽ എക്സാമിനേഷന്റെ കാര്യങ്ങൾ, ഒരു വ്യക്തിയുടെ ഫിസിക്കലി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് എക്സാമിൻ ചെയ്യാനും അതിനുള്ള ട്രീറ്റ്മെന്റും. ഇമ്മ്യൂണൈസേഷൻ,
എന്നുവെച്ചാൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ പ്രതിരോധ കുത്തിവയ്പ്പ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി എന്തെങ്കിലും കാര്യങ്ങൾ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യണം, എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ടുള്ള കണ്ടീഷൻസോ എന്തെങ്കിലും ഇൽനെസ്സോ എന്തെങ്കിലും ഇഞ്ചുറി ഒക്കെ ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ ഫിസിഷ്യനെയാണ് സാധാരണയായിട്ട് കാണാറ്. ഇനി ജനറൽ പ്രാക്ടീഷണർ ആവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫിസിഷ്യൻ ആവാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് എന്ത് ക്വാളിഫിക്കേഷൻ വേണം? MBBS വിത്ത് MD ഇൻ ജനറൽ മെഡിസിൻ. സാധാരണ ജനറൽ മെഡിസിൻ ഉള്ള ഒരു വ്യക്തിയായിരിക്കും ആര്? ജനറൽ ഫിസിഷ്യൻ എന്ന് പറയുന്നത്. എന്താണ്? MBBS വിത്ത് MD ഇൻ ജനറൽ മെഡിസിൻ is usually as a general physician. അപ്പോൾ ഞാൻ പറഞ്ഞു ജനറൽ മെഡിസിൻ എന്ന് പറയുന്നത് സാധാരണയായിട്ട് ജനറൽ മെഡിസിൻ കൂടി പറയാറുണ്ട്. ജനറൽ മെഡിസിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡീൽസ് വിത്ത് ദ പ്രിവെൻഷൻ, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് അഡൾട്ട് ഡിസീസ്. ജനറൽ പ്രാക്ടീഷണറിനെയാണ് നമ്മൾ എന്ത് പറയാറ്? ഫിസിഷ്യൻ എന്നാണ് കോമൺ ആയിട്ട് നമ്മൾ എല്ലാവരും പറയാറുണ്ട്. ഫിസിഷ്യനെ കാണാൻ പോവാ, ഡോക്ടർ ഫിസിഷ്യനെ റെഫർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഗൈനക്കോളജി ഒക്കെ നമ്മൾ ഗൈനക്കിലൊക്കെ പോവാണെങ്കിൽ ചെറിയ കാര്യങ്ങളൊക്കെ ഫിസിഷ്യനെ കണ്ടിട്ട് ഒന്ന് റെഫർ ചെയ്യാനൊക്കെ പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാറുണ്ട്? ഇത് റെഫർ ചെയ്യാറുണ്ട്. അപ്പൊ എന്താണ് ഫിസിഷ്യൻ? ജനറൽ മെഡിസിനിൽ MBBS വിത്ത് MD ഇൻ ജനറൽ മെഡിസിൻ ഉള്ള ഒരു വ്യക്തിയായിരിക്കും ജനറൽ ഫിസിഷ്യൻ എന്ന് പറഞ്ഞാല്. അപ്പൊ ഒന്ന് കൺക്ലൂഡ് ചെയ്തു, ഒന്ന് വായിച്ചു നോക്കി എല്ലാവരും. ഇനി ഇവര് കൈകാര്യം ചെയ്യുന്ന അസുഖങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാട്ടാ. ഈ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഡയബറ്റിക്സ് റിലേറ്റഡ് പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാറുണ്ട്, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ റിലേറ്റഡ് പ്രശ്നങ്ങൾ, ഹാർട്ട്, സാധാരണയായിട്ട് ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, ആസ്മ, ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് സാധാരണയായിട്ട് എന്ത് കൊടുക്കാറുണ്ട്? ജനറൽ മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. എൻഡോക്രോളജിയിൽ കോമൺ ആയിട്ട് വരുന്നത് പറഞ്ഞു തരാം കേട്ടോ, ലാസ്റ്റ് പറഞ്ഞുതരാം. അവനെ ഡൗട്ട് ചോദിച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കി എല്ലാവരും ജനറൽ മെഡിസിനെ കുറിച്ച്. എല്ലാവരും ഒന്ന് വായിച്ചു നോക്ക് കേട്ടോ. ജനറൽ മെഡിസിൻ ഒന്ന് വേഗം വായിച്ചു നോക്കി. സിമ്പിൾ ആണ് ജനറൽ മെഡിസിൻ. JP എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രാക്ടീഷണർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനറൽ മെഡിസിൻ സാധാരണയായിട്ട് നമ്മൾ ഡോക്ടർ എന്നുള്ള മീനിങ് ആണ് പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തി. പ്രിവെൻഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് പ്രിവെന്റ് ചെയ്യുക, തടയാൻ വേണ്ടിയിട്ട്, അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടി പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ എന്തുവാ, എൻഡോക്രോളജി ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്ന അസുഖങ്ങളെ കുറിച്ച് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ, ലെറ്റ്സോ ഒന്ന് നോക്കിക്കോ. പിന്നെ എന്താണ് GP എന്ന് വെച്ചാൽ ജനറൽ പ്രാക്ടീഷണർ എന്നുള്ള മീനിങ് ആണ്. ഫിസിക്കൽ എക്സാം എന്ന് വെച്ചാൽ ശാരീരിക പരിശോധനയാണ്, ശാരീരിക പരിശോധന. പിന്നെന്താണ് പ്രിവെൻഷൻ എന്ന് വെച്ചാൽ പറഞ്ഞല്ലോ, പ്രാക്ടീഷണർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വിഭാഗം കൈകാര്യം ചെയ്യുന്ന ഡോക്ടേഴ്സിനെ നമ്മൾ എന്ത് പറയും? പ്രാക്ടീഷണർ അല്ലെങ്കിൽ എന്താ പറയാറ്, ഫിസിഷ്യൻ എന്നൊക്കെ പറയാറുണ്ട്. ലെച്ച് നോക്കിയാ മോൻ എൻഡോക്രോളജി ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്ന അസുഖങ്ങൾ, കോമൺ ഡിസീസുകൾ. ഓക്കെ ഓക്കെ കേട്ടാ. അപ്പൊ നമ്മൾ 3 ഡിപ്പാർട്ട്മെന്റ് കവർ ചെയ്തു. ഇനി നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഗ്യാസ്ട്രോ എൻട്രോളജി. ഗ്യാസ്ട്രോ എൻട്രോളജി, ഗ്യാസ് എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഏകദേശം എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. സ്റ്റൊമക്ക് ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഉദരരോഗ വിഭാഗം. ഉദരരോഗ വിഭാഗം എന്താണ്? ഉദരരോഗ വിഭാഗം. മലയാളം ഇതിലൊക്കെ നല്ലതായിരിക്കും കേട്ടോ. ദഹനാവസ്ഥയും അതിന്റെ തകരാറുകളെയും കേന്ദ്രീകരിച്ചിട്ടുള്ള വൈദ്യശാസ്ത്രമാണ് ഏത്? ഗ്യാസ്ട്രോഎൻട്രോളജി എന്ന് പറയുന്നത്. എന്താണ്? ദഹന വ്യവസ്ഥയും അതിന്റെ തകരാറുകളെയും കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു വൈദ്യശാസ്ത്രമാണ് ഏത്? ഗ്യാസ്ട്രോഎൻട്രോളജി എന്ന് പറയുന്നത്. Gastroenterology is the study of normal functions and diseases of
esophagus, stomach, small intestine, colon, rectum, pancreas, gallbladder, big duct, liver. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ളതൊക്കെ എന്താണ്? നമ്മുടെ ഇതാണ് എന്താണ് നമ്മളുടെ എന്താണ് ഡൈജഷന്റെ സിസ്റ്റമാണ്, ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ കുറിച്ചിട്ടുള്ള പഠനങ്ങളാണ് പറയുന്നത് കേട്ടോ. നോക്കാം. നോക്കിക്കോട്ടെ, ഇമേജ് കുറച്ച് കൂടുതലായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ഈ ഗ്യാസ്ട്രോഎൻട്രോളജി എന്ന് പറയുന്ന പഠന വിഭാഗം അല്ലെങ്കിൽ വൈദ്യശാസ്ത്രം ഏതൊക്കെ ഏരിയസിനെ ഡീൽ ചെയ്യുന്ന പറയുന്നത്. ദിസ് ഡിപ്പാർട്ട്മെന്റ് ഡീൽസ് വിത്ത് അബ്ഡമൻ റിലേറ്റഡ് മെഡിസിൻ. അബ്ഡമൻ റിലേറ്റഡ് ആയിട്ടുള്ള ഉദരരോഗമായിട്ട് റിലേറ്റ് ചെയ്യുന്ന മെഡിസിൻസ് ആണ് ഇത് കൈകാര്യം ചെയ്യുന്നെങ്കിൽ ദ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് കണ്ടീഷൻ ദാറ്റ് എഫക്ട്സ് ദ ഈസോഫാഗസ്. ഈസോഫാഗസ് ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന അസുഖങ്ങള്, നമ്മുടെ സ്റ്റൊമക്കിന് വരുന്ന അസുഖങ്ങള്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ, പിന്നെ എന്താണ് ലിവർ കോമ പാൻക്രിയാസ്, ലിവർ കോമ പാൻക്രിയാസ് ആണ് കേട്ടോ, ഗോൾ ബ്ലാഡർ, അതേപോലെ കൊളൻ, പിന്നെ റെക്ടം, പിന്നെ അനസ്. അനസ് എന്ന് പറയുന്ന ഒരു പാർട്ട് കൂടി ഉണ്ട് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ, ഇതിൽ കാണിച്ചിട്ടില്ല കേട്ടോ, നോക്കട്ടെ. അപ്പൊ ഇതിലുണ്ട്, ഇതിൽ ഏകദേശം പാർട്സ് ഒക്കെ ഏകദേശം അവര് കറക്റ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ലിവർ ഉണ്ട്, ഗോൾ ബ്ലാഡർ ഉണ്ട്, പാൻക്രിയാസ് ഉണ്ട്, സ്റ്റൊമക്ക് ഉണ്ട്, ലാർജ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ, റെക്ടം, പിന്നെ ആനൽ കാനൽ, പിന്നെ അനസ്. ഏകദേശം ഈ പാർട്സുകളൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും അസുഖങ്ങളോ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും തകരാറുകളോ സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് പോവാറ്? ഗ്യാസ്ട്രോഎൻട്രോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിലാണ് ഈ പറഞ്ഞ ഉദരരോഗമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എല്ലാ അസുഖങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പൊ ഏതൊക്കെ പാർട്സ് ആണെന്നുള്ളത് ഞങ്ങൾക്ക് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. സോ അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഇമേജ് കാണിച്ചു തന്നത്. ഓക്കെ ആണല്ലോ. ചെറുപ്പത്തില് ഡൈജസ്റ്റീവ് സിസ്റ്റം പഠിച്ച സമയത്ത് ഈ പാർട്സുകളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, പിന്നെ ഇപ്പോഴായിരിക്കും അല്ലെ കാണുന്നത്. നോക്കാട്ടാ. ഗ്യാസ്ട്രോഎൻട്രോളജി. This department deals with the abdomen related medicines. അബ്ഡമൻ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റൊമക്ക് ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന മെഡിസിൻസ് അല്ലെങ്കിൽ ഉദരരോഗങ്ങളായിട്ട് റിലേറ്റ് ചെയ്യുന്ന അസുഖങ്ങൾക്കാണ് ഈ ഡിപ്പാർട്ട്മെന്റ് ട്രീറ്റ്മെന്റ് എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ദ കണ്ടീഷൻ ദാറ്റ് അഫക്ട് ഈസോഫാഗസ്, സ്റ്റൊമക്ക്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ, ലിവർ, പാൻക്രിയാസ്, ഗോൾ ബ്ലാഡർ, കോളൻ, റെക്ടം, പിന്നെ അനസ്, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും അസുഖങ്ങളോ ട്രീറ്റ്മെന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെന്റ് ഗ്യാസ്ട്രോഎൻട്രോളജി പ്രൊവൈഡ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് എൻഡോസ്കോപ്പി ചെയ്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? എൻഡോസ്കോപ്പി ട്രീറ്റ്മെന്റ് എടുത്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? എൻഡോസ്കോപ്പി ആർക്കെങ്കിലും എൻഡോസ്കോപ്പി എപ്പോഴെങ്കിലും എടുത്തിട്ടുണ്ടോ? ഉണ്ടായിരുന്നു. എന്തിന്റെ ട്രീറ്റ്മെന്റ് ആയിട്ടാണ് എൻഡോസ്കോപ്പി ചെയ്തത്? ഓക്കെ, ഇൻഹേൽ ഗ്യാസ്ട്രിക്, ഓക്കെ, സ്റ്റൊമക്ക് ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന അസുഖമായിരുന്നു. എൻഡോസ്കോപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരത്തിലെ അവയവങ്ങളുടെ ഉൾഭാഗം, നമ്മളിപ്പോ ചിലപ്പോ നമ്മുടെ കുടലിന്റെ നമ്മുടെ ശരീരത്തിന്റെ ഉൾഭാഗം കാണാൻ വേണ്ടിയിട്ട് ഒരു കുഴൽ ആകൃതിയിലുള്ള ഭാഗങ്ങളെയോ നേരിട്ട് പരിശോധിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. നമ്മള് സ്മോൾ ഇൻറ്റസ്റ്റൈനോ ലാർജ് ഇൻറ്റസ്റ്റൈനിലൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എൻഡോസ്കോപ്പി ചെയ്യാറുണ്ട്. എൻഡോസ്കോപ്പി ചെയ്യുമ്പോൾ അവിടെ എന്താണ് കറക്റ്റ് ആയിട്ടുള്ള പ്രശ്നം എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഞാൻ വേണമെങ്കിൽ ഒരു ഇമേജ് എൻഡോസ്കോപ്പിയുടെ കാണിച്ചു തരാം. ക്ലിയർ ആയിട്ടുള്ള ഇമേജ് ഒന്നല്ല, അത് എൻഡോസ്കോപ്പി ചിലപ്പോൾ ആ പ്രോസസ്സോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്ന ആ ഒരു മെത്തേഡ് ആയിരിക്കും കാണാട്ടോ. ചിലപ്പോൾ കുഴൽ രൂപത്തില് നമ്മൾ ആ ഒരു ഇതിലേക്ക് കടത്തി വിട്ട് നമ്മൾ അകത്തുള്ള ഇമേജ് എന്ത് ചെയ്യും, നമ്മൾ കാണും. എൻഡോസ്കോപ്പി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് എൻഡോസ്കോപ്പിക് ഇമേജ്, നമ്മുടെ കുഴൽ രൂപത്തിൽ എന്റെ തുമ്പിൽ എന്തായിരിക്കും, ക്യാമറ ആയിരിക്കും. ആ ക്യാമറ കടത്തി വിട്ട് നമ്മൾ ക്ലിയർ ആയിട്ട് അവിടെ എന്താണ് പ്രശ്നം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും, കണ്ടുപിടിക്കും. അതാണ് എൻഡോസ്കോപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടാ. എൻഡോസ്കോപ്പി മനസ്സിലായ? നമ്മളിപ്പോ നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനോ ലാർജ് ഇൻറ്റസ്റ്റൈനിലോ ഒക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ
ഈ കുഴല് പോലത്തെ ആ ഒരു മെഷീൻ എന്ത് ചെയ്യും, നമ്മുടെ വായിലൂടെ കടത്തി വിട്ടിട്ട് അതെന്ത് ചെയ്യും, നമ്മൾ എന്താണ് അവിടെ പ്രശ്നം എന്നുള്ളത് കണ്ടെത്തും. എൻ്റെ ഒരു സ്റ്റുഡന്റിന്, നിങ്ങളൊക്കെ പോലത്തെ അത്യാവശ്യം ഒരു സ്റ്റുഡന്റിന് എൻഡോസ്കോപ്പി കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു. എൻഡോസ്കോപ്പി ചെയ്തു. ഞാൻ ആളോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് മോനെ എൻഡോസ്കോപ്പി ചെയ്തത്? എൻഡോസ്കോപ്പി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് മിസ് എന്നാണ് എന്നോട് പറഞ്ഞത്. ഞാൻ അത് കഴിഞ്ഞ് വന്നപ്പോൾ ചോദിച്ചാൽ എന്താണ് മോനെ എൻഡോസ്കോപ്പി ചെയ്തതെന്ന് ചോദിച്ചാല്, കുട്ടിയുടെ സ്മോൾ ഡിസ്റ്റൈൻ ഉണ്ടല്ലോ, ചെറുകുടല് ഉണക്കം സംബന്ധിച്ചാൽ ഭയങ്കരമായിട്ട് ഉണങ്ങി, അതിനെ മുറുക്കം എന്തോ ഭയങ്കരമായിട്ട് ചെറുതായിരുന്നു, ചുരുങ്ങി ഭയങ്കരമായിട്ട് എന്ത് ചെയ്തു, സ്മോൾ ഡിസ്റ്റൈൻ ഭയങ്കരമായിട്ട് ചുരുക്കം സംഭവിച്ചിട്ടുണ്ട്. അതാണ് ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ഭയങ്കര വയറുവേദന അങ്ങനെ റിലേറ്റഡ് ആയിട്ട് അസുഖങ്ങളായിട്ട് ട്രീറ്റ്മെന്റ് എടുത്തപ്പോഴാണ് അവർ പറഞ്ഞ എൻഡോസ്കോപ്പി ചെയ്യണം എന്ന് പറഞ്ഞത്. അപ്പൊ എൻഡോസ്കോപ്പി എന്താന്ന് പറഞ്ഞല്ലോ, മനസ്സിലായല്ലോ എല്ലാവർക്കും? ഓക്കെ അല്ലേ? അപ്പോ it also involves endoscopy. അപ്പൊ എൻഡോസ്കോപ്പി ഏത് ഡിപ്പാർട്ട്മെന്റിൽ വരും? ഗ്യാസ്ട്രോൻട്രോളജിയിൽ വരും. സ്പെഷ്യൽ നേഴ്സ് ആർ ഓഫ്റ്റൻ പോസ്റ്റഡ് ഇൻ ദിസ് ഡിപ്പാർട്ട്മെന്റ്. സാധാരണയായിട്ട് സ്പെഷ്യൽ നേഴ്സിനാണ് നമ്മളിവിടെ എന്ത് ചെയ്യാറ്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നേഴ്സാണ് സാധാരണയായിട്ട് എന്ത് ചെയ്യുന്നത്, എൻഡോസ്കോപ്പി എന്ന് പറയുന്ന കാര്യം ചെയ്യുന്നത്. അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കും എൻഡോസ്കോപ്പി ചെയ്യാറ്. And they are capable of performing a wide range of bowl of investigations. അപ്പൊ അവര് ഈ കാര്യങ്ങളെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് ഒരുപാട് കാര്യങ്ങൾ അറിയുന്ന ആൾക്കാരായിരിക്കും സാധാരണ എൻഡോസ്കോപ്പി ചെയ്യാറ്. പെർഫോമിംഗ് എ വൈഡ് റേഞ്ച് ഓഫ് ബൗൾ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ വെച്ചാൽ എ സീരീസ് ഓഫ് ടെസ്റ്റ് ദാറ്റ് എക്സാമിൻ ദ സ്റ്റൂൾ സാമ്പിൾ ടു ഹെൽപ്പ് ഡയഗ്നോസിസ് ആൻഡ് ട്രാക്ക് ദ ഇഷ്യൂ. നമ്മൾ ഈ ഒരു അസുഖം എങ്ങനെയാണ്, എന്താണെന്നുള്ള കാര്യം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. ഒരുപാട് ടെസ്റ്റുകളൊക്കെ നടത്തി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. അത് കണ്ടുപിടിക്കാനായിട്ട് അത് കേപ്പബിൾ ആയിട്ട്, അതല്ല അതിന് വ്യക്തമായിട്ട് കേപ്പബിൾ ആയിട്ടുള്ള വ്യക്തികളായിരിക്കും നമ്മൾ സാധാരണയായിട്ട് എൻഡോസ്കോപ്പി ചെയ്യാനായിട്ടുള്ള നേഴ്സുകൾ. ഒരു സ്പെഷ്യൽ നേഴ്സ് ആയിരിക്കും സാധാരണ നമ്മൾ കാണുന്ന നേഴ്സ് ആയിരിക്കില്ല, കുറച്ചും കൂടി ഇതിൽ ട്രെയിനിങ് കിട്ടിയിട്ടുള്ള വ്യക്തികളായിരിക്കും എൻഡോസ്കോപ്പി ചെയ്യാറ്. അപ്പോൾ നമ്മൾ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാസ്ട്രോൻട്രോളജി ആണ് അബ്ഡമൻ റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഉദരരോഗ വിഭാഗം എന്ന് പറയും. നമ്മൾ പറഞ്ഞ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് എന്ത് പ്രശ്നം വന്നാലും ഏത് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യും? ഗ്യാസ്ട്രോൻട്രോളജി ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യും. അപ്പൊ അതിൽ എൻഡോസ്കോപ്പി ഇൻക്ലൂഡഡ് ആണ്. എൻഡോസ്കോപ്പി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാലോ, നമ്മൾ കുഴൽ പോലത്തെ ഒരു ക്യാമറ നമ്മുടെ ശരീരത്തിന്റെ അകത്തേക്ക് കടത്തിവിട്ട് അവിടെ എന്താണ് പ്രശ്നം എന്നുള്ളത് കണ്ടെത്താനും അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനും അത് പരിഹരിക്കാനും ഏത് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നുണ്ട്? ഗ്യാസ്ട്രോൻട്രോളജി ചെയ്യുന്നുണ്ട്. ഇതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ നേഴ്സിനെയാണ് നമ്മൾ ഈ ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യുന്നത്, പോസ്റ്റ് ചെയ്യുന്നത്. ഈ സ്പെഷ്യൽ നേഴ്സ് ഈ ഒരു കാര്യത്തിനെ കുറിച്ച് വ്യക്തമായി എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയായിരിക്കും. ആ വ്യക്തി അതിന്റെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും, അതിന്റെ എക്സ്പീരിയൻസ് അനുസരിച്ച് നല്ല രീതിയിൽ പെർഫോം ചെയ്യും. ബൗൾ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് ടെസ്റ്റ് ഒക്കെ ചെയ്തു എന്താണ് പ്രശ്നം എന്നുള്ളത് ഡയഗ്നോസിസ് ചെയ്യും സ്പെഷ്യൽ നേഴ്സ് എൻഡോസ്കോപ്പി ചെയ്യുന്ന വ്യക്തി. ഇത്രയുമാണ് നമുക്ക് ഇവിടെ നിന്ന് നോക്കാനുള്ളത്. ഗ്യാസ്ട്രോൻട്രോളജി എന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ ആണ്, എല്ലാവർക്കും ക്ലിയർ ആണോ? ഈസോഫാഗസ് മീനിങ് ഒന്നുമില്ല, വെച്ചതേ ഈ ഒരു പാർട്ടാണ് ഈസോഫാഗസ് എന്ന് പറയുന്നത്. സോറി, ഇതാണ് ഈസോഫാഗസ്. കാണുന്നുണ്ട് പാർട്ട്. ഈ ഒരു പാർട്ട്, ഈ ആരോ നിൽക്കുന്ന ആ ഒരു പാർട്ട് കാണുന്നുണ്ടോ? ഈ കുഴല് നമ്മൾ ഈ ഭക്ഷണം ഇങ്ങനെ ഇറങ്ങി പോകുന്ന ആ ഒരു കുഴല്, ആ ഒരു മൂവ്മെന്റ് അനുസരിച്ച് ഇറങ്ങി പോണത്, ആ ഒരു കുഴലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈസോഫാഗസ് എന്ന് പറയുന്നത് കേട്ടാ. നമ്മളെ ലിവറിന് മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ബ്ലാഡർ ആണ് ഗോൾ ബ്ലാഡർ എന്ന് പറയുന്നത്. ഈ ഒരു പച്ച കളറിൽ കാണുന്ന അതെട്ടാ. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആണോ?
ക്ലിയർ ആണല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി ഇത്തിരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്, ഇത്തിരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്. ഞാൻ പറയാറുണ്ട് കാർഡിയോളജി പറഞ്ഞപ്പോൾ ഇത്തിരി ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞില്ല, അതേപോലെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഗൈനക്കോളജി. ഏതാണ്? ഗൈനക്കോളജി എന്ന് പറയും കേട്ടോ. ഗൈനക്ക് എന്നൊക്കെ നമ്മൾ ഷോർട്ട് ആയിട്ട് പറയും. എന്താണ് ഗൈനക്കോളജി? ദ ബ്രാഞ്ച് ഓഫ് physiology and the medicine which deals with the functions and disease specific to women and girls. സ്ത്രീകളിലും സോറി ഞാൻ വിട്ടുപോയിട്ട് ഹെപ്പറ്റോളജി പറയാൻ വിട്ടുപോയി, സോറി ട്ടാ, ഞാൻ വിട്ടുപോയതാണേ. ഞാൻ പെട്ടെന്ന് ഗൈനക്കോളജി കണ്ടത്. നിങ്ങളും അങ്ങനെ ചെയ്യരുത്, അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് അവിടെ ഉണ്ട് കേട്ടാ. ഹെപ്പറ്റോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഇത് കരളായിട്ട് റിലേറ്റ് ചെയ്യുന്ന അസുഖങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റ് ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. Hepatology is a super specialty that deals with the diagnosis and management of the patient suffering from the disorders of liver related ആയിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങൾക്കോ അതിനുള്ള ഡയഗ്നോസും അതിന്റെ മാനേജ്മെന്റ്, അവർക്ക് പേഷ്യൻസിനുള്ള ട്രീറ്റ്മെന്റും ആണ് ഏത് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നത്? ഹെപ്പറ്റോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നത്. കരൾ തകരാറുകളാൽ ബുദ്ധിമുട്ടുന്ന രോഗികൾക്കും രോഗനിർണയവും അതിന്റെ മാനേജ്മെന്റുമാണ് ഏത് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നത്? ഹെപ്പറ്റോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നത്. സിമ്പിൾ ആണ്, അത് അവര് ഇത്തിരി മിസ്റ്റേക്ക് പറ്റിപ്പോയതാണ്. നമ്മുടെ 12th ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. ഒന്ന് അടയാളപ്പെടുത്തിട്ടേക്ക്. ഹെപ്പറ്റോളജി എന്ന് പറയുന്നത് ഏത് അവയവവുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണെന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഏത് അവയവമാണ് ലിവർ ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് എന്ന് പറയേണ്ടി വരും. ഓക്കെ ആണല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ, വലിയ ഡൗട്ട് ഒന്നും ഉള്ള പോർഷനിൽ സിമ്പിൾ അല്ലേ. ഇനി ഞാൻ പറയാൻ വന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് ഏത്? ഗൈനക്കോളജി. സ്ത്രീകളിലും പെൺകുട്ടികളിലും ഉള്ള ട്രീറ്റ്മെന്റ്, അല്ലെങ്കിൽ സ്ത്രീകൾക്കും പെൺകുട്ടികളും സ്പെസിഫിക് ആയിട്ട് സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ഗേൾസിനും വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് ഏത് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യാറ്? ഗൈനക്കോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യാറ്. The branch of medicine which deals with the functions and the diseases specific to women and the girls, especially that affecting reproductive system. സ്ത്രീകളില് അല്ലെങ്കിൽ കുട്ടികളില് റീപ്രൊഡക്റ്റീവ് സിസ്റ്റമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ഏതാണ്? ഗൈനക്കോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. ഈ ഗൈനക്കോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്ന വ്യക്തി ആരായിരിക്കും? ഗൈനക്കോളജിസ്റ്റ് ആയിരിക്കും. ആരായിരിക്കും? ഗൈനക്കോളജിസ്റ്റ് ആയിരിക്കും. A gynecologist is a medical professional who diagnoses and treats the issues relating to female reproductive system and sexual health. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനും സെക്ഷൽ ഹെൽത്തിനും എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അതിന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന നമ്മുടെ ഫിസിഷ്യൻ അല്ലെങ്കിൽ ഡോക്ടറെ പറയുന്ന പേരാണ് ഗൈനക്കോളജിസ്റ്റ്. എന്താണ് പറയുന്നത്? ഗൈനക്കോളജിസ്റ്റ്. ഇതിൽ ഒരുപാട് ട്രീറ്റ്മെന്റ് വരുന്നുണ്ട്. എന്തൊക്കെയാണ് ട്രീറ്റ്മെന്റ് ആണ് വരുന്നത് സാധാരണയായിട്ട് ഗൈനക്കോളജിയിൽ? നമ്മൾ എന്താ പറയാ, മെനാർച്ചി, കൺസെപ്ഷൻ, അതേപോലെ പ്രഗ്നൻസി, ചൈൽഡ് ബർത്ത്, മെൻപോസ് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് അസുഖങ്ങളായിട്ട് ട്രീറ്റ്മെന്റ് വേണ്ടിയിട്ട് പേഷ്യൻസ് വരാറുണ്ട്. ഇതിനുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ എന്ത് ചെയ്യാറുണ്ട്? പ്രൊവൈഡ് ചെയ്യാറുണ്ട്. സാധാരണയായിട്ട് ഡെലിവറി ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കൺസെപ്ഷൻ ആയിട്ട് വരുന്ന പേഷ്യൻസ്, ഡെലിവറിക്ക് വേണ്ടിയിട്ട് വന്നവര്, ചൈൽഡ് ബർത്ത്, അതേപോലെ മെൻസ്ട്രേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന അസുഖങ്ങൾ. മെൻപോസ് വെച്ചാല് മെൻസ്ട്രേഷൻ, ആർത്തവ വിരാമം ഉണ്ടല്ലോ, ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ PCOD, തൈറോയിഡ് റിലേറ്റഡ് അസുഖങ്ങൾ ഒക്കെ ഗൈനക്കോളജിയിൽ വരാറുണ്ട്. ആർത്തവ വിരാമം സംഭവിക്കാനുള്ള ചാൻസ് ഒരു 50 years ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീകളിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ് എന്ത്? മെൻപോസ് എന്ന് പറയുന്നത്. അതെന്താണ്? ആർത്തവ വിരാമമാണ്. അത് സംഭവിക്കണേന് അതിനായിട്ട് റിലേറ്റഡ് ട്രീറ്റ്മെന്റ്. അതേപോലെ മെനാർച്ചി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെൻസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമാണ്. അപ്പൊ ആ സമയം മുതൽ മെൻപോസ് വരെയുള്ള കാലയളവില് സ്ത്രീകൾക്ക് വരുന്ന എല്ലാ തരം എന്താ പറയാ റീപ്രൊഡക്റ്റീവ് റിലേറ്റഡ് ആയിട്ട് വരുന്ന അസുഖങ്ങൾക്കുള്ള എല്ലാത്തരം ട്രീറ്റ്മെന്റും ഏത് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നുണ്ട്? ഗൈനക്കോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നുണ്ട്. This department deals with the investigation and treatment of the problems of female reproductive system. സ്ത്രീകളിലെ പ്രത്യുൽപാദന വ്യവസ്ഥയിലും അതിൽ വരുന്ന പ്രശ്നങ്ങളും അത് അന്വേഷിക്കുക, അതിനുള്ള ചികിത്സ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് ഏത് ഡിപ്പാർട്ട്മെന്റ്? ഗൈനക്കോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നത്. A woman life is made until changes that occurs with time.
സ്ത്രീകളുടെ ലൈഫിലാണ് ഒരുപാട് മാറ്റങ്ങൾ, അവർ ഏജ് അനുസരിച്ച് അവർ ഒരുപാട് മാറ്റങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയണ പോലെ സ്ത്രീകള് ഒരുപാട് അവര് ഏറ്റവും ഭാഗ്യം ചെയ്തിട്ടുള്ള ആരാണ് വ്യക്തികളാണെന്ന് പറഞ്ഞ സ്ത്രീകൾ എന്ന് പറഞ്ഞിട്ടില്ല. നമ്മുടെ ഭൂമിയിലേക്ക് ഒരു പുതിയൊരു ജീവൻ കൊണ്ടുവരാനായിട്ട് ആർക്ക് പറ്റും? സ്ത്രീകൾക്ക് പറ്റുന്നതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് സ്റ്റേജസിലൂടെയാണ് അവരുടെ ലൈഫ് കടന്നു പോകുന്നത്. A woman's life is marked by unseen changes that occur with the time. ടൈമിനനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. These changes do not bring about problems directly or പോയിന്റ് വിട്ടുപോയി, എനിക്ക് ചെറിയ മിസ്റ്റേക്ക് വായിച്ചപ്പോൾ ഒരു പ്രശ്നം വരില്ല. A woman's life is marked by unseen changes that occurs with the time from attaining menarche, menstruation മുതൽ മെൻസ്ട്രേഷന്റെ സമയം, പിന്നെ കൺസ്യൂം ആവണോ, പ്രഗ്നൻസി, ചൈൽഡ് ബർത്ത്, അത് കഴിഞ്ഞ് മെൻപോസ് വരെയുള്ള ടൈമുകളിൽ സ്ത്രീകൾക്ക് എന്ത് വരുന്നുണ്ട്? ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പോ these changes do bring about problems directly or indirectly. ഇത് സ്ത്രീകളിലെ പ്രോബ്ലംസ് നേരിട്ടോ അല്ലാതെയോ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ ഒരുപാട് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. These changes do bring about problems directly or indirectly connected with the reproductive system, and so require a separate branch of medicine that focus on the area. സോ ഇതിനെക്കുറിച്ച് പഠനം നടത്താൻ നമുക്ക് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ബ്രാഞ്ച് ഓഫ് മെഡിസിൻ ആണ് ഏത്? ഗൈനക്കോളജി എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഗൈനക്കോളജിനെ മൂന്നായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഗൈനക്കോളജി ഉണ്ട്, അതേപോലെ തന്നെ ഒബ്സ്ട്രിക്റ്റിക്സ് ഉണ്ട്, ഇൻഫെർട്ടിലിറ്റി ഉണ്ട്. എന്തൊക്കെയാണ്? ഗൈനക്കോളജി, ഒബ്സ്ട്രിക്റ്റിക്സ്, ഇൻഫെർട്ടിലിറ്റി. ഇന്ന് ഗൈനക്കോളജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ മെനാർച്ചി, കൺസെപ്ഷൻ, പ്രഗ്നൻസി, ചൈൽഡ് ബർത്ത്, മെൻപോസ് ഒക്കെ ഉപയോഗിക്കുന്ന അസുഖങ്ങൾക്കാണ്. ഇനി ഒബ്സ്ട്രിക്റ്റിക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രസവ ചികിത്സ എന്നാ പറയണത്. ചൈൽഡ് ബർത്ത് വരെയുള്ള കാര്യങ്ങൾ എവിടെ വന്നുള്ളൂ? ഗൈനക്കോളജിയിൽ വന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് അമ്മയുടെയും കുട്ടിയുടെയും പരിചരണം ഏതിലാണ് വന്നത്? ഒബ്സ്ട്രിക്റ്റിക്സിലാണ് വന്നത്. അതേപോലെ തന്നെ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ്, വന്ധ്യതാ ചികിത്സ ഉണ്ടല്ലോ, അതിനുള്ള ട്രീറ്റ്മെന്റും ഏത് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നുണ്ട്? ഗൈനക്കോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നുണ്ട്. Gynecology consists of medical and surgical therapies. ഈ ഗൈനക്കോളജിയിൽ മെഡിക്കൽ സർജിക്കൽ തെറാപ്പീസ് ഒക്കെ ചെയ്യാറുണ്ട്. For the completion of sperm of disorder that involves female reproductive system. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന് വന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി ശസ്ത്രക്രിയകളും അതേപോലെ മെഡിക്കൽ ട്രീറ്റ്മെന്റും ഏത് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യാറുണ്ട്? ഗൈനക്കോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യാറുണ്ട്. എനിക്കറിയാം ഗൈനക്കോളജി സ്പീഡ് ആയിട്ടാണ് ഇന്ന് എടുത്തത്. നിങ്ങൾ ഹെപ്പറ്റോളജി വരെയും പഠിച്ചാൽ മതി. കാരണം ഗൈനക്കോളജി, ഒബ്സ്ട്രാറ്റിക്സ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എടുക്കേണ്ട പോർഷൻസ് ആണ്. സോ ഇതൊന്ന് വായിച്ചു നോക്കുക, ഗൈനക്കോളജി ഒന്ന് വായിച്ചു നോക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഗൈനക്കോളജി ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരാം, എന്നിട്ട് നമുക്ക് അടുത്ത പോർഷൻസ് എടുക്കുള്ളൂ കേട്ടോ. ഓക്കെ, കാരണം ഇത്തിരി സ്ലോ ആയി പോയി തോന്നുന്നുണ്ട്. ഞാൻ ഉദ്ദേശിച്ച പോർഷനേക്കാൾ കുറച്ച് കുറവാണ്, ടൈമും കഴിഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ട് ഗൈനക്കോളജി കൂടെ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ എല്ലാവരും. നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്നും കൂടെ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇൻഫെർട്ടിലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വന്ധ്യതയാണ്. കുറച്ച് ഈ കുട്ടികളില്ലാത്തൊരു അവസ്ഥ ഉണ്ടല്ലോ, വന്ധ്യതാ ചികിത്സ. അപ്പൊ അവര് ട്രീറ്റ്മെന്റ് എടുക്കും. വന്ധ്യതയ്ക്ക് ട്രീറ്റ്മെന്റ് പുരുഷന്മാരും സ്ത്രീകളൊക്കെ എടുക്കാറുണ്ട്. ആ റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളാണ് ഏത് വന്നത്? ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റിൽ വന്നത് കേട്ടോ. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു. അപ്പോ മെനാർച്ചി മീൻസ് ഇതാണ് മെൻസ്ട്രേഷന്റെ സ്റ്റാർട്ടിങ്ങിനെയാണ് നമ്മൾ പറയുന്നത്. മെൻസ്ട്രേഷന്റെ സ്റ്റാർട്ടിങ്. ഓക്കെ, have a nice day. Okay, thank you all.